ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചു. വർഗീയതയെ ചെറുത്ത് ഒരുമയുടെ ഓണം ആഘോഷിക്കാമെന്ന് സ്പീക്കർ എൻ ഷംസീർ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ ഷംസീർ. ഇപ്പോൾ വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. അർച്ചന, അത്തച്ചമയ ഘോഷയാത്ര അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. എൻ ഷംസീർ പറഞ്ഞതുപോലെ വർഗീയതയെ ഒരുമയുടെ ഓണം കണ്ട് നമുക്ക് ചെറുക്കാം എന്നുള്ളത് തന്നെയാണ് അത്തച്ചമയ ഘോഷയാത്രയും ഈ ആഘോഷങ്ങളും വിളംബരം ചെയ്യുകയും ചെയ്യുന്നത്. എന്താണിപ്പോൾ ഘോഷയാത്ര സംബന്ധിച്ച വിശദാംശങ്ങൾ? എപ്പോഴാണ് ഈ ഘോഷയാത്ര സമാപിക്കുക? ഈ അത്തച്ചമയവുമായി ബന്ധപ്പെട്ട മറ്റ് ആഘോഷങ്ങളുടെ വിവരങ്ങൾ കൂടി. സുജു, വർണ്ണാഭമായ കാഴ്ചയുമായി നഗരവീഥിയിലൂടെ ഇപ്പോൾ അത്തം ഘോഷയാത്ര കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പല തരത്തിലുള്ള കലാരൂപങ്ങൾ, വൈവിധ്യമാർന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഥിയിൽ കാണുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ അത്തച്ചമയ കാഴ്ചകൾ കാണാനായിട്ട് റോഡിന് ഇരുവശത്തുമായി തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം കൂടിയാണിത്. മാത്രമല്ല, ഒരു നാടൊന്നാകെ ചേർന്ന് നിൽക്കുന്ന ഒരു ആഘോഷമാണ്. മലയാളികളെ സംബന്ധിച്ചും അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അത്തച്ചമയ ഘോഷയാത്രയിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, 1000-ലധികം കലാകാരന്മാർ അണിനിരക്കുന്നുണ്ട് ഈ അത്തം ഘോഷയാത്രയിൽ. കുഞ്ഞുങ്ങളടക്കം നമുക്ക് ഈ കാഴ്ചയിൽ കാണാം. കുഞ്ഞുങ്ങളടക്കം പല രീതിയിലുള്ള, അതായത് കോൽക്കളി, തിരുവാതിര അടക്കമുള്ള ഇതെല്ലാമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഈ വീതിയിലൂടെ നീങ്ങുന്നത്. ഈ കാഴ്ചകൾ കാണാനായി നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ തവണത്തെ ഒത്താഘോഷവും അതിഗംഭീരമാണെന്നാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. അത്തരത്തിൽ ആളുകളെല്ലാം തന്നെ പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. മാത്രമല്ല, വിവിധ തരത്തിലുള്ള, അതായത് തിരുവാതിരക്കളി തുടങ്ങി പല രീതിയിലുള്ള, കോൽക്കളി തുടങ്ങി പല രീതിയിലുള്ള കലാരൂപങ്ങളാണ് ഇത്തരത്തിൽ റോഡിലൂടെ നീങ്ങുന്നത്. മാത്രമല്ല, ഇനി നീണ്ട നിര കിടക്കുകയാണ്. ഓരോ ജംഗ്ഷനിലും ഇങ്ങനെ പതിയെ നിന്ന് ആളുകളെല്ലാം കണ്ട് മാവേലി അടക്കം ആളുകൾക്ക് ഓണാശംസകളെല്ലാം നേർന്നുകൊണ്ടാണ് ഈ വീതിയിലൂടെ നടന്നു നീങ്ങുന്നത്. അത്തച്ചമയ ഘോഷയാത്ര ഈ നഗരം ചുറ്റി ഏകദേശം 3 മണിയോടെയാണ് തിരിച്ച് അത്തം നഗറിലെത്തുക. അത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ജംഗ്ഷനിലും പതിയെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അത്തച്ചമയ ഘോഷയാത്ര കാണാനായി പലയിടങ്ങളിൽ നിന്നായി എത്തുന്നുണ്ട്. കലാരൂപങ്ങളുടെ ഒരു സമ്മേളനമാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര നമുക്ക് കാണാൻ കഴിയുക. ഏതൊക്കെ തരം കലാരൂപങ്ങളാണ് ഇപ്പോൾ ഈ ഘോഷയാത്രയിൽ അണിചേർന്നത്? ബിജു, നമുക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതെന്നാണ് പുലിക്കളി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പുലിക്കളി ചെറിയ കുഞ്ഞുങ്ങളടക്കത പുലിവേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനപ്പുറത്ത് വലിയ ആളുകൾ അടക്കം ഇത്തരത്തിൽ പുലിക്കളിയുമായിട്ടുണ്ട്. അതിൽ നാടൻ പുലിക്കളി ഉൾപ്പെടെയുണ്ട്. മാത്രമല്ല, ഇത് കൂടാതെ പല തരത്തിലുള്ള നൃത്താവിഷ്കാരങ്ങളടക്കം ഈ റോഡിലൂടെ ഇനി അല്പസമയത്തിനുള്ളിൽ നീങ്ങും. ഇത് കുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷനാണ്. ഇനി വലിയ ആളുകളുടെ സെക്ഷൻ വരാനിരിക്കുന്നു. പുലിക്കളി മാത്രമല്ല, പല വൈവിധ്യമാർന്ന കലാരൂപങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിൽ നമ്മൾ കാണാത്ത പലതുമുണ്ട്. അതിൽ നേരത്തെ നമ്മൾ പലതും കാണിച്ചതാണ്. അത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ, പുലിക്കളി ഉൾപ്പെടെ തിരുവാതിര, ഒപ്പന തുടങ്ങി എല്ലാ കലാരൂപങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ കാണുന്നത് കളരിപ്പയറ്റാണ്, ചെറിയ കുഞ്ഞുങ്ങളുടെ കളരിപ്പയറ്റ്. അതിൻ്റെ ബാക്കിൽ കുറച്ച് കുട്ടിപ്പുലികളുണ്ട്. ഇത്തരത്തിൽ എന്തായാലും അത്താഘോഷം ഗംഭീരമാവുകയാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ഇത്തവണത്തെ അത്തം ഘോഷയാത്ര? എങ്ങനെയുണ്ട്? സൂപ്പർ. മോനെ ഇഷ്ടമായോ? കാഴ്ചകളെല്ലാം ഇഷ്ടമായോ? പുലിനെ കണ്ടോ? പുലിക്കളി കണ്ടോ? മാവേലി കണ്ടോ? ഇത്തരത്തിൽ കുഞ്ഞുങ്ങളടക്കം ഈ കാഴ്ച കാണാൻ ഒരുപാട് പേര് എത്തുന്നുണ്ട്. ഇതെല്ലാം തൃപ്പൂണിത്തുറക്കാർ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ ആളുകളാണ്. ഏകദേശം 56ഓളം കലാരൂപങ്ങളാണ് ഇങ്ങനെ നിരയായി കിടക്കുന്നത്. അവരെല്ലാം തന്നെ ഈ വീതിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന കാഴ്ചയാണ്. നാടൻ കലാരൂപങ്ങളടക്കം, അതായത് എല്ലാ കലാരൂപങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. ഇത് ദിവസങ്ങളായി നീണ്ട പ്രാക്ടീസിൻ്റെയൊക്കെ ഒടുവിലാണ് ഇത്തരത്തിൽ ആളുകൾ എത്തുന്നത്. മാത്രമല്ല, വർഷങ്ങളായി പങ്കെടുക്കുന്ന ആളുകളാണ് ഇതെല്ലാം. ഒരുപാട് പെൺകുട്ടികൾ കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പറഞ്ഞതുപോലെ ഇനിയും വലുത് വരാനിരിക്കുന്നേ. ഇപ്പോൾ കുട്ടികളും കുട്ടിപ്പുലികളും അതോടൊപ്പം തന്നെ കോൽക്കളിക്കാരും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനിയും വലിയ തരത്തിൽ എത്ര ദൂരം ഈ ഘോഷയാത്ര നീളുന്നുണ്ട് ഇപ്പോൾ?
സിജു അല്പസമയം മുൻപാണ് ഈ ഘോഷയാത്ര അത്തം നഗറിൽ നിന്നും ആരംഭിച്ചത്. ഇത് ഈ നഗരം ചുറ്റി, അതായത് സ്റ്റാറ്റ്യൂ ജംഗ്ഷൻ, അതുപോലെ കിഴക്കേക്കോട്ട തുടങ്ങിയ ജംഗ്ഷനിലെല്ലാം ചുറ്റിയാണ് അവസാനം 3 മണിയോടെ അത്തച്ചമയ ഗ്രൗണ്ടിൽ അവസാനിക്കുന്നത്. അത്തരത്തിൽ നീണ്ടു കിടക്കുകയാണ് ഈ വരി. അതായത് ഇനിയും അത്രയും ആളുകൾ ഇത്ര കടന്നു പോകാനുണ്ട്. അത്തരത്തിൽ 1000-ലധികം ആളുകൾ കലാകാരന്മാർ അണിനിരക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ നഗരം ചുറ്റി ഈ നഗരവീഥികളിലൂടെ ആളുകളെല്ലാം കണ്ട് വർണ്ണ കാഴ്ചകൾ ഒരുക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതാ കുറേ കുട്ടികൾ തിരുവാതിര വേഷത്തിലെല്ലാം തന്നെ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ് ആദ്യം കടന്നു പോയത്. ഇതിന് പിന്നാലെ വലിയ വലിയ പരിപാടികൾ, അതായത് വർണ്ണാഭമായ ഒരുപാട് പരിപാടികളുണ്ട്, അതെല്ലാം തന്നെ പിന്നാലെ വരികയാണ്. അത്തരത്തിൽ രാവിലെ മുതൽ ഇതിൻ്റെ എല്ലാം തന്നെ ഒരുക്കത്തിലാണ്. അവസാനം അവർ വേദിയിൽ, അതായത് നഗരവീതിയിലേക്ക്, രാജനഗരിയിലേക്ക് കടക്കുകയാണ്. വർഷങ്ങളായി പങ്കെടുക്കുന്നവരുണ്ട്, നാട്ടുകാരെല്ലാം തന്നെ ഇത് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി അത്തം ആഘോഷം? കുഴപ്പമില്ല, നല്ല ഇല്ല 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 വരാറ് അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാ വർഷം വരുന്നവരാണ്. അതെ, തൃപ്പൂണിത്തറക്കാരാണ്. ഇപ്രാവശ്യം വ്യത്യസ്തമായ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? പ്രാവശ്യം ബാക്കി ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ബാക്കി കണ്ടിട്ട് ബാക്കി പറയാം. തൃപ്പൂണിത്തുറക്കാരായ നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട്. മാത്രമല്ല കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഈ ആഘോഷം കാണാനായി ഇപ്പോഴത്തെ തിരുവാതിരയാണ് വീതിയിൽ ചുവട് വെക്കുന്നത്. ഇത്തരത്തിൽ നഗരവീഥികളെല്ലാം തന്നെ ചുവട് വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ഒരു ഭാഗത്ത് നാടൻ പാട്ടും അപ്പുറത്ത് തിരുവാതിരയും അടക്കമുള്ള കലാപരിപാടികളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഓരോ ജംഗ്ഷനിലും ഇത്തരത്തിൽ ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരി അർച്ചന, ഏതായാലും മഹാബലികൾ, മലയാളി മംഗമാർ, കുട്ടിപ്പുലികൾ, അങ്ങനെ അത്തച്ചമയ ഘോഷയാത്രയിൽ വർണ്ണാഭമാക്കിക്കൊണ്ട് വലിയ തരത്തിലുള്ള കലാരൂപങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ, നിരവധി മേഖലകളിലുള്ള കുട്ടികൾ ഈ അത്തച്ചമയ ഘോഷയാത്രയെ സമ്പന്നമാക്കിക്കൊണ്ട് വിവിധ കലാപരിപാടികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർച്ചനയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഓണക്കാലത്തിന് വരവേറ്റുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അർച്ചന ഒരിക്കൽ കൂടി ചേരുന്നു. അർച്ചന, ഇനി എത്ര ദൂരമുണ്ട്? ഇനി എന്തൊക്കെ കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി എത്തിച്ചേരാനുണ്ട്? സിജു, ഇപ്പോൾ നമ്മൾ കണ്ടത് ചെറിയ കുഞ്ഞുങ്ങളുടെ വേഷങ്ങൾ അണിഞ്ഞ രൂപങ്ങൾ മാത്രമാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ പിന്നാലെ വരുന്നത്. ഏകദേശം 56ഓളം കലാരൂപങ്ങളാണ് അണിനിരക്കുന്നത്. കൂടാതെ 15 നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അത്തരത്തിൽ വിവിധ രീതിയിലുള്ള കലാരൂപങ്ങളാണ് വരാനുള്ളത്. ഇതിൽ നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൽ നാടൻ കലാരൂപങ്ങളും അതുപോലെ പുതിയതായി ആവിഷ്കരിച്ച പല നൃത്ത ചുവടുകളെല്ലാം തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ഇതിൽ കുച്ചിപ്പടി, കഥകളി തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളും പിന്നാലെ വരുന്നുണ്ട്. ഏകദേശം 56ഓളം കലാരൂപങ്ങളാണ്. രാവിലെ മുതൽ ഒരുങ്ങാൻ തുടങ്ങിയവരാണിവർ. ഇപ്പോൾ അല്പസമയം മുൻപാണ് അത്തം നഗറിൽ നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇവർ നഗരവീഥിയിലൂടെ, രാജനഗരവീഥിയിലൂടെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയത്. പല ജില്ലകളിൽ നിന്ന് വന്ന കലാകാരന്മാരാണ്. പുലിക്കളി അടക്കമുള്ള കലാരൂപങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. നാടൻ പുലിക്കളി അടക്കമുള്ളതുണ്ട്. മാത്രമല്ല ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മാതൃകകളെല്ലാം തന്നെ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും പുതിയ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ അടക്കം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാം പിന്നാലെ വരികയാണ്. നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുകയാണ്. വർണ്ണാഭമായ കാഴ്ചകൾ എല്ലാം ഉൾക്കൊള്ളുന്ന കാഴ്ചകളാണ് ഇനി പിന്നാലെ വരുന്നത്. അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ അതിഗംഭീരമായി വർണ്ണവിസ്മയങ്ങളോടെ വിവിധ കലാരൂപങ്ങളോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മുതൽ വലിയവർ വരെ വിവിധ കലാരൂപങ്ങളുമായാണ് അത്തച്ചമയ ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. ഉണ്ണിക്കണ്ണന്മാർ, മഹാബലിമാർ, മലയാളി മംഗവർ, അങ്ങനെ നിരവധി വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് അർച്ചന തൃപ്പൂണിത്തുറയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അരമണിക്കൂർ മുമ്പാണ് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക്, അത്താഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. സ്പീക്കർ എൻ ഷംസീറാണ് അത്തച്ചമയ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചത്. വർഗീയതയെ ചെറുക്കാൻ നമുക്ക് ഒരുമയുടെ ഓണം തീർക്കാമെന്നാണ് എൻ ഷംസീർ നേരത്തെ പറഞ്ഞത്.